അതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, അത് ചിന്തയിലടങ്ങാൻ സിന്ധു സമാനമ സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, അത് ചിന്തയിലടങ്ങാൻ സിന്ധു സമാനമ സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ചുവടുകളൊന്ന് മാറ്റി ചവിട്ടി ഇരുവശങ്ങളിലുമായിട്ട് കരങ്ങളൊന്ന് അടിച്ച് സന്തോഷത്തോടെ പാടാം. ദൈവമേ നിൻ മഹാസ്നേഹമതിൻ വിധമാർക്കു ഗ്രഹിച്ചറിയാം. എനിക്കാവതില്ലേ അതിനാഴമളന്നിടാൻ എത്ര ബഹുലമത്. ദൈവമേ നിൻ മഹാസ്നേഹമതിൻ വിധമാർക്കു ഗ്രഹിച്ചറിയാം. എനിക്കാവതില്ലേ അതിനാഴമളന്നിടാൻ എത്ര ബഹുലമത്. ആയിരമായിരം നാവുകളാൽ അത് വന്ദിപ്പതിനെഴുതോ. 10,000 തിങ്കളൊരംശം ചൊല്ലിയിടുവാൻ ആരിലും സാധ്യമോ. ആയിരമായിരം നാവുകളാൽ അത് വന്ദിപ്പതിനെഴുതോ. 10,000 തിങ്കളൊരംശം ചൊല്ലിയിടുവാൻ ആരിലും സാധ്യമോ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ, എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. മോദമെഴും തിരുമാർവിലുല്ലാസമായി സന്തതം ചേർന്നിരുന്ന ഏകജാതനമേശുവിൻ പാപികൾക്കായി തന്ന സ്നേഹമതിശയമേ.
യേശുവിൻ പാപികൾക്കായി തന്ന സ്നേഹമതിശയമേ, എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. അത് ചിന്തയിലടങ്ങാൻ സിംഹസമാനവ സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് ഈ രാത്രിയിൽ കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിക്കുകയായിരുന്നു, പാടുകയായിരുന്നു, ദൈവത്തിൻ്റെ സ്നേഹം അതിശയപൂർണമാണ്, നമ്മുടെ ബുദ്ധിക്ക് അതീതമാണ് ദൈവത്തിൻ്റെ അഗാധമായ സ്നേഹം. കർത്താവേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് അവിടുന്ന് എന്നെ നയിക്കണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ചുകൊണ്ട് എൻ്റെ മനസ്സിൻ്റെ എല്ലാ ശൂന്യതകളിലേക്കും അങ്ങ് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവ്, എൻ്റെ നിരാശയുടെ അനുഭവങ്ങളിലേക്ക് എന്നെ സഹായിക്കുവാനായിട്ട് ആരുമില്ല എന്നുള്ള എൻ്റെ ഏകാന്തതയുടെ ചിന്തയിലേക്ക് ഈ രാത്രിയിൽ അവിടുന്ന് പ്രത്യേകമായിട്ട് കടന്നു വരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മകനെ, നിനക്ക് ഞാനുണ്ട്. മകളെ, നിന്നെ സഹായിക്കുവാനായിട്ട് നിൻ്റെ അടുത്ത് ഞാനുണ്ട് എന്ന അങ്ങയുടെ സ്നേഹ സ്വരം കേൾക്കുവാനായി കർത്താവെ, അവിടുന്ന് എൻ്റെ കണ്ണുകളെയും എൻ്റെ കാതുകളെയും തുറക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എൻ്റെ അടുത്ത് നിൽക്കുന്ന അങ്ങയെ ഞാനിപ്പോൾ കാണുന്നു. കർത്താവെ, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. കരങ്ങൾ ഉയർത്തി ദൈവത്തെ കണ്ടുകൊണ്ട് നമ്മെ അനുഗ്രഹിക്കുവാനായിട്ട് നമ്മുടെ അടുത്ത് നിൽക്കുന്ന ദൈവത്തെ കണ്ടുകൊണ്ട് സ്വരമുയർത്തി കരങ്ങൾ ഉയർത്തി വിശ്വാസത്തിൽ കർത്താവിനെ ആരാധിക്കാം. നമുക്ക് മലാഹമാരോട് ചേർന്ന് ആരാധിക്കാം, സ്വർഗീയ വൃന്ദങ്ങളോട് ചേർന്ന് ആരാധിക്കാം. ഹല്ലേലൂയ 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 പരിശുദ്ധ ദൈവമാതാവേ, ദൈവത്തിൻ്റെ അഗാധമായ ആഴമേറിയ സ്നേഹം, ഞങ്ങളുടെ ബുദ്ധിക്ക് അതീതമായ സ്നേഹത്തെ ഹൃദയത്തിൽ സ്വീകരിച്ച് യഥാർത്ഥ ദൈവ പൈതലായി ജീവിതകാലം മുഴുവനും വ്യാപരിക്കുവാനായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങളുടെ സ്വർഗീയ വിശുദ്ധന്മാരെ, പ്രൈസ് ദി ലോർഡ്. കണ്ണുകൾ തുറന്ന സന്തോഷത്തോടെ ഹല്ലേലൂയ ഹല്ലേലൂയ, കരങ്ങൾ വീശി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശാന്തമായി ഇരിക്കുക. എൻ്റെ യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ലോക പ്രസിദ്ധമായ ഒരു ഇംഗ്ലീഷ് സിനിമയാണ് 12 years എ സ്ലേവ്. അടിമയായി 12 വർഷങ്ങൾ. 2013 ഈ സിനിമ റിലീസ് ചെയ്തത്. ഈ സിനിമ നിർമ്മിക്കപ്പെട്ടത് ഒരു വ്യക്തിയുടെ യഥാർത്ഥമായ ജീവിത അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. സോളമൻ നോർത്തപ്പ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അമേരിക്കയിൽ ന്യൂയോർക്ക് സംസ്ഥാനത്തിൽ ഭാര്യ ആൻ ഹാംപ്റ്റനോടും 2 മക്കളോടുമൊപ്പം വളരെ സന്തോഷകരമായ ഒരു കുടുംബജീവിതം
നയിച്ചിരുന്ന വ്യക്തിയായിരുന്നു സോളമൻ നോർത്തപ്പ്. അദ്ദേഹത്തിൻ്റെ ഉപജീവന മാർഗം ആശാരിപ്പണിയാണ്. എന്നാൽ അദ്ദേഹം നല്ലൊരു വയലിൻ വായനക്കാരനായിരുന്നു. ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 1841 മാർച്ച് മാസത്തിലെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ അടുത്ത് 2 വ്യക്തികൾ വന്നു. അവർ പരിചയപ്പെടുത്തിയത് ഞങ്ങൾ സർക്കസ് കമ്പനിക്കാരുടെ പ്രതിനിധികളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് 2 ആഴ്ചത്തേക്ക് താങ്കളുടെ സേവനം ആവശ്യമാണ്. ഞങ്ങളുടെ സർക്കസ് കമ്പനിയിൽ വന്ന് താങ്കൾ വയലിൻ വായിക്കണം. വളരെ ആകർഷകമായ ഒരു പ്രതിഫലം അവർ വാഗ്ദാനം ചെയ്തു. അദ്ദേഹത്തിനത് വളരെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഉടൻ തന്നെ അദ്ദേഹം അവരുടെ കൂടെ യാത്ര പുറപ്പെട്ടു. ഭാര്യ ജോലിക്ക് പോയിരുന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ തിരിച്ചു വരുമല്ലോ, യാത്ര പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് വിചാരിച്ച് അദ്ദേഹം പോയി. ഇവർ ഇദ്ദേഹത്തെ വാഷിങ്ടണിൽ ഒരു ഹോട്ടലിലേക്കാണ് കൊണ്ടുപോയത്. അവിടെ നന്നായിട്ട് അദ്ദേഹത്തെ സൽക്കരിച്ചു. അദ്ദേഹത്തിൻ്റെ ബോധം മറഞ്ഞു. ബോധം തെളിഞ്ഞപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. തൻ്റെ 2 കൈകളും കെട്ടിയിരിക്കുന്നു. താൻ തടവറയിലാണ് എന്ന് തിരിച്ചറിഞ്ഞു. അദ്ദേഹം അടിമക്കച്ചവടക്കാരുടെ സംഘത്തിൽ അദ്ദേഹം പെട്ടിരിക്കുകയാണ്. അമേരിക്കയിൽ, നോർത്ത് അമേരിക്കയിൽ അടിമക്കച്ചവടം നിരോധിച്ചിരുന്നു. എന്നാൽ സൗത്ത് അമേരിക്കയിൽ ഈ അടിമകളെ അവിടെയുള്ള പ്ലാന്റേഷനിൽ, തോട്ടങ്ങളിൽ ജോലി ചെയ്യുവാനായിട്ട് ആവശ്യമുള്ളത് കൊണ്ട് നോർത്ത് അമേരിക്കയിൽ നിന്ന് നീഗ്രോകളെ ചതിയിൽപ്പെടുത്തി സൗത്ത് അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു തന്ത്രമുണ്ടായിരുന്നു. അങ്ങനെ ഈ ദല്ലാളുമാരുടെ കെണിയിൽപ്പെടുകയായിരുന്നു സോളമൻ നോർത്തപ്പ്. ഇവർ ഇദ്ദേഹത്തെ ഫോർഡ് എന്ന തോട്ടം മുതലാളിക്ക് വിറ്റു. അദ്ദേഹം ഒരു സാമാന്യം നല്ല മനുഷ്യനായിരുന്നു. കുറേ വർഷങ്ങൾക്ക് ശേഷം ഇദ്ദേഹം മറ്റൊരു വ്യക്തിക്ക്, എഡ്വിൻ ആബ്സ് എന്ന വ്യക്തിക്ക് ഈ സോളമൻ നോർത്തപ്പിനെ വിൽക്കുകയാണ്. അദ്ദേഹം വളരെ ക്രൂരനായിട്ടുള്ളൊരു ഉടമയായിരുന്നു. കഠിനമായിട്ട് സോളമനെ പീഡിപ്പിച്ചിരുന്നു. നന്നായിട്ട് അധ്വാനിക്കുമെങ്കിലും ഈ മനുഷ്യൻ്റെ ക്രൂരത നിമിത്തം, ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ നിമിത്തം വളരെ ദുഃഖപൂർണമായ ദിവസങ്ങളായിരുന്നു, മാസങ്ങളായിരുന്നു സോളമനുണ്ടായിരുന്നു. ഈ നാളുകളിലും അദ്ദേഹം വളരെ ശക്തമായി ദൈവത്തിൽ ആശ്രയിച്ചിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആഴമായ ഒരു ക്രിസ്തീയ വിശ്വാസത്തിന് ഉടമയായ വ്യക്തിയായിരുന്നു സോളമൻ നോർത്തപ്പ്. രക്ഷപ്പെടുവാൻ യാതൊരു സാധ്യതയുമില്ല. ക്രൂരനായ മുതലാളിയാണ് എങ്കിൽ പോലും എല്ലാ ദിവസവും ഇദ്ദേഹം മുട്ടുകുത്തി സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു, എൻ്റെ ദൈവമേ, ഈ കെണിയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെയും കുഞ്ഞുങ്ങളെയും കാണുവാനായിട്ട് ഞാൻ തീവ്രമായി ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കറിയാം ആ മനുഷ്യൻ്റെ വേദന നിങ്ങൾക്കറിയാം. അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിന് രക്ഷയുടെ ഒരു വാതിൽ ദൈവം തുറന്നു കൊടുക്കുകയാണ്. അദ്ദേഹം ഒരു കത്തെഴുതി. ആ കത്ത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിന് കൊടുത്തുകൊണ്ട് ന്യൂയോർക്കിലുള്ള തൻ്റെ ബന്ധുക്കൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. ഈ കത്ത് ന്യൂയോർക്കിലുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെ കയ്യിൽ കിട്ടി. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ഈ കത്ത് ന്യൂയോർക്ക് സംസ്ഥാനത്തിൻ്റെ ഗവർണറെ ഏൽപ്പിച്ചു. അപ്പോൾ ഗവർണർക്ക് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഒരു പൗരൻ സൗത്ത് അമേരിക്കയിൽ അടിമയായി ജീവിക്കുകയാണ് എന്ന് മനസ്സിലായ അദ്ദേഹം തൻ്റെ അധികാരം ഉപയോഗിച്ച് സോളമൻ നോർത്തപ്പിനെ മോചിപ്പിക്കുകയാണ്. അത് സംഭവിക്കുന്നത് നീണ്ട 12 വർഷങ്ങൾക്ക് ശേഷമാണ്. ഞാൻ പറഞ്ഞ 1841 അദ്ദേഹം അടിമയായി വിൽക്കപ്പെട്ടത്. 1853 ജനുവരി മാസം 4-ാം തീയതി അദ്ദേഹം സ്വതന്ത്രനായ ഒരു വ്യക്തിയായി തീർന്നു. സ്വാതന്ത്ര്യം നേടിയ ശേഷം അദ്ദേഹം തൻ്റെ ഈ ദുഃഖകരമായ അനുഭവങ്ങൾ, ദൈവം എങ്ങനെയാണ് തന്നെ രക്ഷപ്പെടുത്തിയത് എന്നൊക്കെ ഒരു പുസ്തകം എഴുതി, അദ്ദേഹത്തിൻ്റെ ആത്മകഥ എഴുതി.
ആ ആത്മകഥയുടെ പേരും ഈ സിനിമയുടെ പേരും ഒന്ന് തന്നെയാണ്, 12 years a slave, അടിമയായി 12 വർഷങ്ങൾ എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഈ വ്യക്തിയുടെ ജീവിതത്തിലൂടെ ദൈവം ഈ രാത്രിയിൽ നമ്മോട് സംസാരിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ തികച്ചും പ്രതികൂലമായ ഒരു സാഹചര്യത്തിലായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ. രക്ഷപ്പെടുവാനുള്ള ഒരു വഴി പോലുമില്ല, 100% ഇരുട്ടാണ്. ഞാനതിനെ ഉപമിക്കുന്ന ഒരു വലിയ ആഴമുള്ള കിണറിനോടാണ്. സാധാരണ കിണറിന് സ്റ്റെപ്പുണ്ട്, പക്ഷേ ഇതിന് സ്റ്റെപ്പില്ല, പടികളില്ല, ഒന്ന് ചവിട്ടിക്കയറാൻ പടികളില്ല. ആരെങ്കിലും മുകളിൽ നിന്ന് ഒരു കയറിട്ട് തന്നാൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമായിരുന്നു, പക്ഷേ കയറിട്ട് തരുവാനും ആരുമില്ല. എന്ന് പറഞ്ഞാൽ സ്വയം രക്ഷപ്പെടുവാനും പറ്റുകയില്ല, എന്നെ സഹായിക്കുവാനായിട്ട് ആരുമില്ല. ഞാൻ അനേക മാസങ്ങളായി വർഷങ്ങളായി പ്രാർത്ഥിക്കുന്നു, ദൈവം പോലും എൻ്റെ സഹായത്തിന് എത്തുന്നില്ല. ഇങ്ങനെ തികച്ചും പ്രതികൂലമായ ഒരു സാഹചര്യത്തിൽ ആണെങ്കിലും ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒരു കാരണവശാലും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്ന സർവശക്തനായ ദൈവം തക്ക സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വലതുകരത്തിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. പഴയ നിയമത്തില് ന്യായാധിപന്മാരുടെ പുസ്തകത്തില് ജഫ്ത എന്നൊരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു ജാരസന്തതിയാണ്, വേശ്യാപുത്രനാണ്. എന്ന് പറഞ്ഞാൽ അപ്പൻ്റെ സ്നേഹം അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല, അമ്മയുടെ സ്നേഹം ലഭിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ അദ്ദേഹത്തെ വെറുത്തിരുന്നു, സഹോദരന്മാർ അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് ആട്ടി ഓടിച്ചിരുന്നു. അങ്ങനെ ആരാലും സ്നേഹിക്കപ്പെടാത്ത ഒരു ജീവിതമായിരുന്നു ജഫ്തായുടേത്. പക്ഷേ ദൈവം ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ വളരെ ശക്തമായിട്ട് ഇടപെടുകയാണ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ 29-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജഫ്തായുടെ മേൽ ശക്തമായി ആവസിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജഫ്തായുടെ മേൽ ശക്തമായി ആവസിച്ചു. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞപ്പോൾ ജഫ്ത ധീരനായി, മാന്യനായി, കുലീനതയുള്ളവനായി മാറി. അവൻ്റെ സ്നേഹിതന്മാര്, അവൻ്റെ നാട്ടുകാര് അവനെ അന്വേഷിച്ചു വന്നു. അങ്ങനെ ഇസ്രയേലിനെ മോചിപ്പിക്കുവാനായി, അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുവാനായി ദൈവം ഈ ജാരസന്തതിയെ ഉപയോഗിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ കൂരിരുട്ടിലായിരിക്കുമ്പോൾ, വളരെ ആഴമുള്ള ഒരു കിണറ്റിൽ പെട്ടുപോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം, ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കണം. ഓ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് അയക്കണമേ. കൂരിരുട്ടില് നമുക്ക് പ്രകാശം നൽകുന്ന 2 പ്രകാശഗോപുരങ്ങളുണ്ട്. അത് വിശ്വാസവും വിശ്വാസത്തിൽ നിന്നുണ്ടാകുന്ന ശരണവുമാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ഓരോ ദൈവമകനും പ്രാർത്ഥിക്കേണ്ടത്, ഓരോ ദൈവമകളും പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ, ഈ കൂരിരുട്ടിൽ എനിക്ക് മുന്നോട്ട് പോകുവാനായി അങ്ങയുടെ പ്രകാശം എനിക്ക് നൽകണമേ, വിശ്വാസത്തിൻ്റെ പ്രകാശം നൽകണമേ, ശരണത്തിൻ്റെ പ്രകാശം നൽകണമേ, പ്രത്യാശയുടെ പ്രകാശം നൽകണമേ. എൻ്റെ മനസ്സിൽ നിന്ന് എല്ലാ തരത്തിലുള്ള നിരാശയുടെ ഇരുട്ടും എടുത്തു മാറ്റണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തീർച്ചയായും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രണ്ടാമത്തെ ഒരു കാര്യം, ഈ സോളമൻ നോർത്തപ്പ് ഇങ്ങനെ ഒരു ചതിയിൽപ്പെടുകയായിരുന്നു. സ്വാഭാവികമായിട്ട് നമുക്കൊക്കെ തോന്നാവുന്ന ഒരു ചിന്ത, ചതിച്ചവരോട് വലിയൊരു വെറുപ്പ് നമ്മുടെ മനസ്സിലുണ്ടാകും, സ്വാഭാവികമായിട്ടുണ്ടാകും. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു വെറുപ്പ് ഇല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ഓട്ടോബയോഗ്രഫിയിൽ, ആത്മകഥയിൽ അദ്ദേഹം എഴുതിയ ഒരു സെൻറ്റൻസ് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അദ്ദേഹം ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: There was never
എ നോബിൾ ക്രിസ്ത്യൻ ദാൻ ഫോർഡ്. ഫോർഡിനെ പോലെ കുലീനനായ ഒരു ക്രിസ്ത്യാനിയെ ഞാൻ കണ്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഓർക്കണം, തന്നെ അന്യായമായി അടിമയാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ മുതലാളി കുലീനനാണ്, നല്ലവനാണ്, ദയയുള്ളവനാണ് എന്ന് ചിന്തിക്കുന്ന രീതിയിൽ സോളമൻ നോർത്തപ്പിൻ്റെ ഹൃദയം നിഷ്കളങ്കമായിരുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്താല്, സഹോദര സ്നേഹത്താല് നിറഞ്ഞിരുന്നൊരു വ്യക്തിയായിരുന്നു സോളമൻ നോർത്തപ്പ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വെറുപ്പിന് അടിമയാകുമ്പോൾ യഥാർത്ഥത്തിൽ പിശാചിൻ്റെ അടിമയായിട്ട് മാറുകയാണ്. പിശാചിൻ്റെ അടിമയായി ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുവാനായിട്ട് ദൈവത്തിന് സാധിക്കുകയില്ല. അതുകൊണ്ട് എത്ര വലിയ ചതിയിൽ നിങ്ങൾ പെട്ടാലും, എത്ര വലിയ ദുഃഖപൂർണമായ അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിലും ഹൃദയം കൊണ്ട് നിങ്ങളെ വേദനിപ്പിച്ചവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരെ നിങ്ങൾ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് അവരുടെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് അവരെ അനുഗ്രഹിക്കുവാനായി പ്രാർത്ഥിക്കുക എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തില് 5-ാം അധ്യായത്തിന്റെ 44-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായി തീരും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മകനായി നീ യഥാർത്ഥത്തിൽ മാറുന്നത് നിന്റെ മനസ്സിന്റെ ശരിയായൊരു മനോഭാവം കൊണ്ടാണ്, ശരിയായൊരു ഭാവം കൊണ്ടാണ്. നിന്നെ വേദനിപ്പിച്ച വ്യക്തികളെ ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് അവരെ അനുഗ്രഹിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നീ ദൈവത്തിന്റെ മകനായി, ദൈവത്തിന്റെ മകളായി മാറുകയാണ്. നിന്നെ അനുഗ്രഹിക്കാതിരിക്കുവാൻ പിതാവായ ദൈവത്തിന് സാധിക്കുകയില്ല. അങ്ങനെയുള്ള ഈ അവസ്ഥയിൽ നീ നിർഭയനായിരിക്കും. കാരണം നിന്റെ വലതുഭാഗത്ത്, നിന്റെ ഇടതുഭാഗത്ത് ആരുണ്ട്? നിന്നെ കാക്കുന്ന ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തകൻ പറയുന്നു, 2-ാം സങ്കീർത്തനം 6-ാം വാക്യം ഓർത്തിരിക്കേണ്ട ഒരു വചനമാണ്. സങ്കീർത്തനം 2:6. എനിക്കെതിരെ പാളയമടിച്ചിരിക്കുന്ന 10,000 ഞാൻ ഭയപ്പെടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ആരാ പറയുന്നത്? സങ്കീർത്തകനായ ദാവീദ് പറയുകയാണ്. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ സങ്കീർത്തകനായ ദാവീദ് പറയുകയാണ്, 10,000 പട്ടാളക്കാര് എന്നെ കൊല്ലുവാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുമ്പോഴും, മരണത്തെ നേരിട്ട് മുന്നിൽ കാണുന്ന അവസരത്തിൽ പോലും എൻ്റെ മനസ്സിൽ അല്പം പോലും ഭയമില്ല. പ്രൈസ് ദി ലോർഡ്. 5-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ ശാന്തനായി കിടന്നുറങ്ങുന്നു, ഉണർന്നെഴുന്നേൽക്കുന്നു, കാരണം ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ്. പ്രൈസ് ദി ലോർഡ്. എഴുന്നേറ്റ് നിൽക്കാം. കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കുക. ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഹൃദയത്തിൽ സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു വ്യക്തി നിശ്ചയമായും ഭയമില്ലാത്തവനായിരിക്കും. എത്ര വലിയ സൈന്യം അവനെ നശിപ്പിക്കുവാനായി വന്നാലും, അവനെ സഹായിക്കുവാനായിട്ട് ഈ ലോകത്തിൽ ആരുമില്ലെങ്കിലും അവനൊരിക്കലും ഭയപ്പെടുകയില്ല. ശാന്തനായിട്ട് ഉറങ്ങുവാൻ സാധിക്കും. നിൻ്റെ മനസ്സിൽ ഇപ്പോൾ ശാന്തതയില്ലെങ്കിൽ ഓർക്കുക, തിരിച്ചറിയുക, ദൈവത്തിലുള്ള യഥാർത്ഥമായ വിശ്വാസം നിനക്കില്ല. സങ്കീർത്തകൻ പറയുന്നത് പോലെ ശാന്തമായി കിടന്നുറങ്ങുവാനും ഉണർന്നെഴുന്നേൽക്കുവാനുമുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി രാത്രിയിൽ പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ നിന്നെ വിഴുങ്ങുവാനായിട്ട് തുറിച്ചു നോൽക്കുന്ന വലിയ പ്രശ്നങ്ങളുടെ മുമ്പിൽ കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും, ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും, എൻ്റെ സ്നേഹപിതാവ് എന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്നുള്ള ദൃഢമായ വിശ്വാസം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക.
ഈ വിശ്വാസം നൽകുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഈ രാത്രിയിൽ നമുക്ക് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധാത്മാവേ, എൻ്റെ മനസ്സിലേക്ക് അവിടുന്ന് വന്ന് നിറയണമേ. എൻ്റെ മനസ്സിലുള്ള എല്ലാ നിരാശയുടെ ചിന്തകളിലേക്കും അവിടുന്ന് ഈ നിമിഷങ്ങളിൽ പറന്ന് ഇറങ്ങണമേ. എന്നെ പ്രകാശത്താൽ നിറയ്ക്കണമേ. എൻ്റെ കുടുംബത്തിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. എനിക്ക് പരിഹരിക്കുവാൻ സാധിക്കാത്ത വലിയ പ്രശ്നങ്ങളിലേക്ക് ഈ രാത്രിയിൽ അവിടുന്ന് കടന്നു വരണമേ. എൻ്റെ ജീവിത സാഹചര്യങ്ങളിലേക്ക് കടന്നു വരണമേ. എൻ്റെ ബിസിനസ്സിലേക്ക് കടന്നു വരണമേ. എൻ്റെ കൃഷിയെ അനുഗ്രഹിക്കണമേ. എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തെ അനുഗ്രഹിക്കണമേ. അവരുടെ ഭാവിയെ അനുഗ്രഹിക്കണമേ. രോഗിയായിരിക്കുന്നതിൻ്റെ അവസ്ഥയിലേക്ക് കടന്നു വരണമേ. എൻ്റെ ഉത്കണ്ഠകളിലേക്ക് കടന്നു വരണമേ. മനസ്സിൻ്റെ എൻ്റെ ഭാരങ്ങളിലേക്ക് അവിടുന്ന് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായിട്ടും വെച്ചു കൊടുക്കുന്നൊരു വ്യക്തിക്ക് ഒരിക്കലും ഭാരം അനുഭവിക്കേണ്ട ആവശ്യമില്ല. നിൻ്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക. അവിടുന്ന് നിൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് എന്ന തിരുവചനം ഓർക്കുക. ഈ രാത്രിയിൽ ദൈവകരങ്ങളിലേക്ക് നിന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നിൻ്റെ സർവ്വഭാരങ്ങളും ഉത്കണ്ഠകളും ഭയവും കർത്താവിൻ്റെ പക്കലേക്ക് ഉയർത്തിക്കൊണ്ട് ഈ രാത്രിയിൽ നിന്നെ അനുഗ്രഹിക്കുവാൻ നിൻ്റെ അടുത്ത് കാത്തിരിക്കുന്ന കർത്താവിനെ കണ്ടുകൊണ്ട് മനസ്സുയർത്തി പ്രാർത്ഥിക്കാം. ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാം. ദൈവത്തെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാം. ആനന്ദത്തോടെ പ്രാർത്ഥിക്കാം. ഉച്ചത്തിൽ ആരാധിക്കാം. ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി ആരാധിക്കാം. ഹല്ലേലൂയ. ഞങ്ങളുടെ പക്കലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും മകളെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പ്രകാശത്തിൽ വസിക്കുവാനുള്ള കൃപ നൽകണമേ. കർത്താവേ, ആഴമായ അനുഭവം നൽകണമേ. അവിടുന്ന് പിതാവാണെന്നുള്ള ബോധ്യം നൽകണമേ. എല്ലാ ദുഃഖഭാരങ്ങളിലും എടുത്തു മാറ്റണമേ. കണ്ണുനീരിൻ്റെ ഉറവിടങ്ങളിലേക്ക് കടന്നിരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ജീവിത പങ്കാളി അനുഗ്രഹിക്കണം. എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. എൻ്റെ ജീവിത സാഹചര്യങ്ങളെ അനുഗ്രഹിക്കണമേ. എൻ്റെ വിശ്വാസത്തിൻ്റെ കണ്ണുകളെ തുറക്കണമേ. പ്രത്യാശയിൽ എന്നെ ജീവിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൂടെ ആയിരിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ അങ്ങേ ആരാധിക്കുന്നു. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 യേശുവേ എൻ്റെ ജീവനേ, എൻ്റെ ആശ്രയേ, നീ ഒന്നു മാത്രമേ. കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് യേശുവേ എൻ്റെ ജീവനേ, എൻ്റെ ആശ്രയേ, നീ ഒന്നു മാത്രമേ. എൻ്റെ യേശുവേ എൻ്റെ ജീവനേ, എൻ്റെ ആശ്രയേ, നീ ഒന്നു മാത്രമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്ലേശകരമായ ദുഃഖകരമായ ജീവിതാനുഭവങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ദൈവത്തിൽ അടിയുറച്ച വിശ്വാസവും മാറാത്ത പ്രത്യാശയും ഞങ്ങൾക്ക് കൈമുതലായി എപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുവാൻ ഞങ്ങളുടെ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വിശുദ്ധ യോസേപ്പ് പിതാവേയും ഞങ്ങളുടെ സ്വർഗീയ വിശുദ്ധന്മാരെയും പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ ഹല്ലേലൂയ. 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 ശാന്തമായി ഇരിക്കുക.